ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൊണ്ടും കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്ത് ചലഞ്ച് തന്നാലും ഞാൻ അതെല്ലാം ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ അതെല്ലാം ഞാൻ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫസ്റ്റ് നമ്മുടെ മേക്കപ്പിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. സോ അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്താലോ? സോ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് നമുക്കിന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. സോ കമോൺ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു പെട്ടിക്കുള്ളിലാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി പെട്ടി ഓപ്പൺ ആയിരുന്നു. സോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ടൊന്ന് ചുമയുണ്ട് ഗൈസ്, അതൊക്കെ നിങ്ങളങ്ങ് വിട്ടുതരാം. അത് നമുക്ക് എന്തായാലും ഇത് മറക്കാതെ ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രസ്സാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഡാൻസിന് ഞാൻ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോൾ എന്താ പറയുക ഇടുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഇതെനിക്ക് ടീച്ചർ തന്നതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ആനിവേഴ്സറിക്ക്, ഡാൻസ് ക്ലാസ്സിലെ ആനിവേഴ്സറിക്ക് എനിക്ക് ടീച്ചർ തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇത് തിരുപ്പനാണ് കേട്ടോ. 1 കേസ് ഇവിടെ ഒരെണ്ണമുണ്ട്, 2 അങ്ങനെ 2 തിരുപ്പനുണ്ട്. അപ്പം ഈ 2 ഇതിന് 3 ഉണ്ടെന്ന് കേസ്. പക്ഷെ ഒരെണ്ണം ഏതൊരു കുട്ടി എടുത്തുകൊണ്ട് പോയി. ആ കുട്ടി ഞാൻ കൊടുത്തതാണ്, പക്ഷെ ആ കുട്ടി എനിക്ക് തിരിച്ച് കൊണ്ടുവന്ന് തന്നില്ല ഗൈസ്, അത് പോയി. അപ്പം പിന്നെ ഇത് നമുക്ക് ഇതിലോട്ട് വെക്കാം. ഫൈനലി അതവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൊട്ടയ്ക്കകത്തും എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആക്കാം. അതായത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഓർണമെൻറ്റ്സ് മാത്രമാണ്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാം. നാലിട്ടില്ല കേസ്, അത് കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഈ ഒരു വൈറ്റ് ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ക്ലോത്ത് ആ ഒരു ഡപ്പയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കണം ഗൈസ്. ഇതുപോലെ വൈറ്റ് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള എന്ത് ഓർണമെൻ്റ് ആയാലും നമ്മളൊരു വൈറ്റ് കളർ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു പട്ടുപോലത്തെ ക്ലോത്തൊക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ അത് എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് തുരുമ്പോ അങ്ങനെ ഒന്നും പിടിക്കത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു ബാഗിലാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഒരു ബാഗിലാണ്. കണ്ടില്ലേ, 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. കയ്യിലിടണം ഗൈസ്. അടിപൊളിയുണ്ട്, കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു വെള്ള ഡപ്പയ്ക്കകത്താണ്. ഈ വെള്ള ഡപ്പയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ പട്ടയാണ് ഗൈസ്. ഇത് നമ്മുടെ ഈ ഒരു വൈറ്റിൻ്റെ എവിടെയായിട്ട് കിട്ടിയില്ലേ, ആ ഒരു സംഭവമാണ് ഒരു പട്ട ഗൈസ്. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഇവിടുന്ന് ഈ ഒരു വള്ളി ഇങ്ങനെ കെട്ടണം. ഇത് കണ്ടില്ലേ, ഒരു വള്ളി ഇവിടുന്ന് ഇങ്ങനെ കെട്ടേണ്ടി വരും ഗൈസ്. നമുക്ക് ഇതും ഇതിൻ്റെ ഉള്ളിലേക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇതാണ് ഗൈസ്. നമ്മുടെ ഈ സാധനത്തിന് എന്താ പറയുക എനിക്കറിയില്ല. അതിൻ്റെ പേര് എന്താ പറയുക ഇതിന് നെറ്റിച്ചുട്ടി എന്നാണ് ഗൈസ് പറയുന്നതെന്നാണ് പറഞ്ഞത് അമ്മ. ഈ ഒരു സാധനമാണ് അതല്ലേ, ഇങ്ങനെയാണ് വരുന്നത് ഗൈസ്. ഇങ്ങനെ വരും. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇവിടെ ഈ ഒരു കൊളുത്തിലാണ് ഗൈസ് നമ്മൾ മുടിയിൽ ഇങ്ങനെ വെക്കുന്നത്. നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ഇത്രയും പ്രൊഡക്ട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് താരം നമ്മുടെ ഈ ഒരു സാധനം. ഇത് വേറെ ഒന്നല്ല, ഇത് പൂവാണ് കേട്ടോ. പ്ലാസ്റ്റിക് പൂവാണ് സംഭവം. ഞാൻ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് പെരിയ മൈക്കൊക്കെ വാങ്ങാട്ടോ. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഉറപ്പായിട്ട് അതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് മറക്കാതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സാധനം നമ്മളെ പൂവാണ് കേട്ടോ, പ്ലാസ്റ്റിക് പൂവാണ്. നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പൂവാണ് കേട്ടോ ഈ ഒരു പൂവ്. നമുക്കത് ഇവിടെ ഒരു കുഞ്ഞു റോസ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതുണ്ട്, നമുക്കിതിങ്ങനെ തലയിൽ വെക്കാം, അല്ലെങ്കിൽ പ്രക്കാരോടെ വെക്കാം. ഞാൻ എന്താ പൂവും വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് താരം നമ്മുടെ എന്താണ് പറയുന്നത്, ഗൈസ് നമ്മൾ ഇതാണ് കമ്മലാണ് വെക്കുന്നത്. ഈ 2 കമ്മലാണ്. നല്ല അത്യാവശ്യം എനിക്കിത് ടീച്ചർ ഗിഫ്റ്റ് ചെയ്ത 2 കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കമ്മലാണ്. കുഴപ്പമില്ല, 2 കമ്മല ഗൈസ്. ഇത് ടീച്ചർ കാണുകയാണെങ്കിൽ എനിക്ക് കിട്ടും, കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ ഒരു വീഡിയോ ടീച്ചർ കാണുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത് 2 വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക്. ഇത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ളത് ഒരു സാധനം മാത്രമേ ഉള്ളൂ ഗൈസ്. അത് ഇതുവരെ കാണിച്ചിട്ടില്ല. വെറുതല്ല, നമ്മുടെ ബാലയാണ് ഗൈസ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ബാലയാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടില്ല, നല്ല ഇതുള്ള ബാലയാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ഇതും കൂടെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ തലയ്ക്കൊക്കെ അത് വേണം ഗൈസ്. നമ്മൾ തിന്നാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്വന്തം വട. ഈ ഒരു സാധനം ഗൈസ്, വട എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ മുടിയിൽ വെച്ചിട്ട് അതിൽ കൂടി തിരുപ്പം കെട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഗൈസ്. അതും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് ആവശ്യം നമ്മുടെ ഇതും എനിക്ക് ഡാൻസിന് കിട്ടിയൊരു പൂ തന്നെയാണ് ഗൈസ്. ഇത് 2 കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇത് വേറൊരു കളറാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്, തനി പ്ലാസ്റ്റിക് പൂവാണ്, തനി പ്ലാസ്റ്റിക് പൂ. ഇത് പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഇത് ഒരുമാതിരി എന്താ പറയുക, ഇത് തുണിയുടെ ഒരു കട്ടുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് തനി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൽ എന്താ പറയുക, ഇതൊക്കെ ചെയ്തിട്ട് ഉള്ളതാണ് കേട്ടോ ഇത്. അത് പ്ലാസ്റ്റിക് പൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം ഗൈസ്. അടഞ്ഞു ഗൈസ്. നമുക്ക് ഇതിനെ കൂടെ ഈ പെട്ടിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അത് കേട്ടാൽ നോക്കട്ടെ ഗൈസ്. അത് വിളിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇന്ത്യയിലുള്ള ചെലങ്ക. എൻ്റെ ആദ്യത്തെ ചിലങ്കയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അമ്മയുടെ കടയിൽ നിന്ന് കൊടുത്ത ഒരു ചിലങ്കയാണ് കേട്ടോ. അമ്മ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ചിലങ്ക. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ചിലങ്ക. ഇതാണ് സെക്കൻഡ്. ഞാൻ കാണിച്ചാൽ എൻ്റെ 2 ചിലങ്കയുണ്ട്. സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ചിലങ്കയാണ് ഗൈസ്. പച്ച കളറാണ്. ഇത് നീല, ഇത് പച്ച. ഇത് 4 ഇത് 2 ഇതുള്ളൂ ഗൈസ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അതൊരു സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഗൈസ്. ഇത് നമ്മൾ ഇവിടെ വയറ്റിൽ കെട്ടുന്ന ഒരു സംഭവമാണ്. ഈ വയറ്റിൽ ഇവിടെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തു ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഈ ഭരതനാട്യം മേക്കപ്പ് അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഭരതനാട്യം മേക്കപ്പിൻ്റെ ഫുൾ നമ്മൾ എന്താ പറയുക ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ മേക്കപ്പ്, അതായത് എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഞാനങ്ങനെ വലിയ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ കാണിച്ചു തരാം. സോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഐലൈനറും വാട്ടർ പ്രൂഫാണ്. ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നെയിൽ പോളിഷ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഡബ്ബ നിറച്ച് എൻ്റെ നെയിൽ പോളിഷാണ് ഗൈസ്. ഇതിനെ കാണിച്ചു തരാം വിഷയമായിട്ട് നിങ്ങൾക്ക്. അപ്പം ആദ്യം തന്നെ ഞാൻ 4 കളേഴ്സാണ് ഗൈസ് കാണിക്കുന്നത്. 4 കളേഴ്സ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. DM എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂടെക്സ് ആണ്. നെയിൽ പോളിഷാണ്. വൈറ്റ് വെച്ചു ഗൈസ്. ഇനിയുള്ളത് ഈ ഒരു പേർപ്പിൾ ലാവൻഡർ കളറിലുള്ളതാണ് ഗൈസ്. ഇത് പിന്നെ ഉള്ളത് ഈ ഒരു ആഷ് പോലത്തെ ഒരു കളറാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കളറാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക്, ഡാർക്കിഷ് ബ്ലാക്ക് ആണ് ഗൈസ്. ഇത് കാണാൻ പറ്റില്ല, അത് ബ്ലാക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇത് ബ്ലാക്ക് ആണ് ഗൈസ്. ഇതെനിക്ക് ഫേവറേറ്റ് കളർ, മൈ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. സോ അത് ഉണ്ട്. പിന്നെ നമ്മളെ ഇതും റെഡ്, ഇതും ഒരു കളറാണ്. ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ് ഗൈസ്, അതുണ്ട്. പിന്നെ ഇതൊരു ബ്ലൂ ഗൈസ്, ഈ ഒരു ബ്ലൂ ഉണ്ട്. പിന്നെ ഇതൊരു ഗോൾഡൻ കളറാണ്, ഗോൾഡഷ് കളർ. പിന്നെ ഇതൊരു ഈ ഒരു കളർ, ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഈ ഒരു പിങ്ക് കളർ. പിന്നെ ഈ ഒരു ഗ്രീൻ ആൻഡ് ഈ ഒരു ഗ്രീൻ അത് വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഈ ഒരു ആഷും ഈ ഒരു ആഷും കേട്ടോ. 2 ആഷ് നമ്മുടെ കയ്യിലുണ്ട്. ആ 2 ആഷിനെ ഈ ഒരു ആഷിനെ കാണിച്ചു ഗൈസ്. സോറി, ഈ ഒരു റെഡും കൂടെ ഉണ്ട്. ഇത് ഇത്രയും. പിന്നെ അറ്റാതെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു റെഡ് കളറാണ്. ഈ ഒരു കളറും ഇതൊരു സാധാരണ നെയിൽ പോളിഷാണ്. ഇതൊരു കളർ, ഇതൊരു ലാവൻഡർ അല്ല, ഒരു പിങ്ക് കളറാണ്. ഇതൊരു പിങ്കിഷ് കളറാണ് ഗൈസ്. അത് ഇനി ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ഗൈസ്, എൻ്റെ അബൂബ് അവിടെ നിൽപ്പുണ്ട്, തേച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കളേഴ്സ് ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം ഞാൻ കാണിച്ചത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രാജാവ് ഈ ഒരു സംഭവമാണ് ഗൈസ്. നമുക്ക് ബായിക്കാനൊക്കെ പറ്റും. നെയിൽ പോളിഷ് ബായിക്ക റിമൂവറാണ്, നെയിൽ പോളിഷ് റിമൂവർ. അതും കൂടെ വെച്ചു. ഇനി നമ്മുടെ മെയിൻ താരം നമ്മുടെ ലിപ്സ്റ്റിക്കിലോട്ട് കടക്കാം ഗൈസ്. ഞങ്ങളുടെ വരികയല്ലേ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ. ബാ, ഫസ്റ്റ് ഞാൻ ഈ ഒരു 1 2 3 4 5 6 7 8 9 ഷെയ്ഡുള്ള ഈ ഒരു പാലറ്റിലെ ലിപ്സ്റ്റിക്കാണ്. ഇത്രയും ഉണ്ട് ഗൈസ്, ഇത്രയും കളേഴ്സ് ഉണ്ട്. റെഡ് ഇതാണുള്ളത്. എനിക്ക് എപ്പോഴും ഇത് തന്നെയാണല്ലേ പണിയെന്ന് ചോദിക്കുന്നവർക്ക് വേറൊന്നുമില്ല ഗൈസ്. അടങ്ങിയിരിക്കാൻ പറ്റൂലേ, ഇവിടെ നരകിപ്പോയി. തൊട്ട വെയിൽ കുറച്ച് വെള്ളം കുടിക്കാം.
നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് പോവാം. ഇത് ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്. ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് റെഡാണ് ഗൈസ്, റെഡ്. പിന്നെ ഇതൊരു പിങ്ക് കളർ. പിന്നെ ഇതൊരു ഫേവറേറ്റ് കളറാണ് ഗൈസ്. തീർന്നു ഗൈസ്, തീർന്നു. ഇതൊരു റെഡാണ് ഗൈസ്. പിന്നെ ഇതൊരു ലൈറ്റ് ഷെയ്ഡ്. പിന്നെ ഇതൊരു പേർപ്പിൾ ഷെയ്ഡാണ് ഗൈസ്. ഈ ഒരു ഷെയ്ഡാണ് ഗൈസ്, ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമല്ല ഗൈസ്, ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആൻഡ് ഫേവറേറ്റ് കളർ ഗൈസ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് വേറെ ബ്രാൻഡാണ് ഗൈസ്. ഇത് നല്ല സ്മൂത്തായ നല്ല ഷൈനി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു കളറാണ്, അടിപൊളിയാണ്. എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഒരു ലിപ്സ്റ്റിക് കൂടെ ഉണ്ട് എവിടെ എടുത്തിട്ടു കാണിച്ചു തരാം. പിന്നെ ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക്. ഇതും എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് സാധാ ഒരു കോമൺ ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ട കളറാണ്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാത്തിൻ്റെയും രാജാവായ നമ്മുടെ ലിപ് ലൈനറാണ് ഗൈസ്. ബ്ലാക്ക് കളറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കളർ റെഡ് കളറുണ്ട് ഗൈസ്, റെഡ് കളറുണ്ട്. ഇനി ഞാൻ വരയ്ക്കുന്ന ഐലൈനർ വരച്ച് തരാം. ഇതിൻ്റെ ക്യാപ്പ് ഊരിപ്പോയി, കുഴപ്പമില്ലാതെ തോന്നല്ലേ. ഈ ഒരു ഐലൈനറാണ് ഗൈസ്, നല്ല ഡാർക്കിഷ് ഐലൈനറാണ് ഗൈസ്. വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. ഈ ഒരു ഐലൈനർ ഓക്കെ. പിന്നെ നമ്മുടെ വളയൊക്കെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു റോട്ടിൽ കൂടി ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഈ വള. പിന്നെ എന്താ പറയുക, ഒരു മാല ഉണ്ട്. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് കാണിച്ചത് ഗൈസ്. ഇതൊരു മാല, ഇത് ഓണത്തിന് വാങ്ങിച്ചതാണ്. ഈ ഒരു പിങ്കിഷ് മാല. പിന്നെ നമ്മുടെ ഈ ഒരു മാല. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ടൈപ്പ് മാല. ഈ ഒരു മാല. കുറേ മാല ഇതിലുണ്ട് ഗൈസ്. ഈ ഒരു മാല, ഈ ഒരു മാല ഗൈസ്. ഇത് ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓണത്തിന് വാങ്ങിച്ചതാണ് ഗൈസ്. ഇതും ഓണത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിച്ച ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു പടമുള്ള ബ്ലൂ മാല. പിന്നെ അതേ സെയിം കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഒരു പിങ്ക് കളർ മാല ഗൈസ്. പിന്നെ ഈ ഒരു മാല. പിന്നെ ഈ ഒരു മാല. കുറേ മാലകളുണ്ട്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ടൈപ്പ് മാല. പിന്നെ ഈ ഒരു മാല. മാലയല്ല ഗൈസ്, കാണിച്ചു തരാം ഇതെങ്ങനെ വെക്കേണ്ടത്. ഇത് നമ്മൾ ഫോക്ക് ഡാൻസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഗൈസ്. പോയതിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു കയ്യിൽ ഇവിടെ കിടത്തില്ല ഒരു സംഭവം. ദിസ് ഈസ് മൈ ഫേവറേറ്റ് വാച്ച്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛൻ എൻ്റെ ഫാദർ ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ് കേട്ടോ. ടച്ചാണ് ഗൈസ്.
പിന്നെ ഇതേ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു മാലയാണ് ഗൈസ്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇതെനിക്ക് ഫസ്റ്റ് ഞാൻ സെമി ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്നൊരു മാലയാണ്. അടുത്തത് അപ്പം അടുത്തത് ഈ ഒരു മാല ചോക്കട്ട മാലയാണ് ഗൈസ്. പിന്നെ ഈ ഒരു പച്ച കളർ മാലയുണ്ട്. ഇതും ആ കടയിൽ വന്ന് വാങ്ങിച്ചതാണ് ഗൈസ്, സെയിം മാല. പിന്നെ ഈ ഒരു മാല അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മാലയാണ് ഗൈസ് ഇത്. പിന്നെ ഈ ഒരു മാല, ഇത് നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ കളിക്കില്ല ആ ഒരു മാലയാണ് ഗൈസ്. കാശിമാല എന്നാണ് ഇതിനെ പറയുന്നത്, അറിയാമോ എന്ന് എനിക്കറിയില്ല. മോഹിനിയാട്ടമല്ലേ അത്. ഇതൊരു ചെറിയ കമ്മൽ. പിന്നെ ഇത് റിമൂവറാണ് കേട്ടോ, നെയിൽ പോളിഷ്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് കയ്യിലിടാൻ പറ്റിയിട്ടുള്ളത്. ഒരു വള കയ്യിലിടുന്നൊരു വള. ഓണത്തിന് വെച്ചാൽ ഗൈസ് ഇത് നമുക്ക് 2 രീതിയിലും യൂസ് ചെയ്യാം ഗൈസ്. ഇത് ബ്രേസ്ലെറ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിതിനെ വളയാക്കി സ്ട്രോങ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ ഗൈസ്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ 2 ജിബിക്കാണ് ഗൈസ്. അടിപൊളി ജിബിക്കാണ്, നല്ല ജിബിക്കാണ് ഗൈസ്. പിന്നെ ഒരു നെയിൽ പോളിഷ് കൂടെ ഇട്ടിട്ട് ഈ ഒരു ആഷ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് കളറാണ്. പിന്നെ ഇതൊരു പൂ ഗൈസ്, ഇതാ എൻ്റെ അമ്മയുടെ പൂവാണ്. പിന്നെ ഈ ഒരു മാല ഗൈസ്, ഈ ഒരു മാല ഈ ഒരു ചോക്ലേറ്റ് ടൈപ്പ് മാല. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ അടുത്ത വർഷം വരെ ഇതല്ല പറയുന്നത്, ഞാൻ നാളെ തന്നെ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോഴാണ് കാണുന്നത്, സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലവ് യു, ബൈ. ദാറ്റ് ബൈ, സീ യു.